ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ലിസ്റ്റ് ഓഫ് പർപ്പസ് ഫോർ അസസ്മെന്റ്, ലിസ്റ്റ് ഓഫ് പോയിന്റ്സ് ആണിത്. അപ്പം സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് പോയിന്റ് 1.4 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമ്മൾ അപ്പോൾ അസസ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴും ഈ ടോപ്പിക് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വേറേതായിട്ട് തന്നെ ഈ ടോപ്പിക്ക് കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, സോ അതിൽ നമുക്ക് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പർപ്പസസ് ഓഫ് അസസ്മെന്റ് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിലെ പോയിന്റ്സ് നോക്കിക്കേ, സെയിം ആണ് പോയിന്റ്സ്, പക്ഷേ വേറൊരു രീതിയിൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ടു അസസ് ദ അച്ചീവ്മെന്റ്സ് ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പൊ അസസ്മെന്റ് എന്തിനാണ്? സ്റ്റുഡന്റിന്റെ അച്ചീവ്മെന്റ്സ് അസസ് ചെയ്യാനാണ്. അതായത് ഇപ്പൊ എക്സാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്റ്റുഡന്റിന് എന്താ പറയാ വേണ്ട, നമ്മൾ വിചാരിച്ചത്ര അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത കരിക്കുലം സെറ്റ് ചെയ്ത അത്രയുമുള്ള നോളജ് ആ കുട്ടി അക്വയർ ചെയ്തോ ചെയ്തില്ലേ, ആ സ്കിൽസ് കിട്ടിയോ കിട്ടിയില്ലേ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്റ്റുഡന്റിന്റെ നോളജ് അച്ചീവ്മെന്റ് അല്ലെങ്കിൽ സ്കിൽ അച്ചീവ്മെന്റ് നമുക്ക് അസസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ടു മെഷർ പേഴ്സണാലിറ്റി. അപ്പം എന്താണ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ക്ലിയർ തിങ്കിങ് വന്നോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്തോ, പെർസീവറൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തിൽ ചെയ്യാം? അസസ്മെന്റിലൂടെ മനസ്സിലാക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ടു മെഷർ ദ എഫിഷ്യൻസി ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ഓഫ് ദ സ്കൂൾ. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സിന്റെ എഫിഷ്യൻസി, ഇപ്പൊ നമ്മൾ മാനേജ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ജനറലി പറയാം, അതായത് ഒരു ടീച്ചറിന്റെ ക്ലാസ്സിലെ കുട്ടികൾ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചോ, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നന്നായിട്ട് മാർക്ക് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പെർഫോമൻസ് നല്ലതാണെങ്കിൽ വി ക്യാൻ ജനറലി സേ ദ ടീച്ചർ ഇസ് ഗുഡ് അല്ലെ. ഇപ്പൊ അതോറിറ്റീസിന് എന്ത് പറയാം? അതൊരു നല്ല ടീച്ചറാണ് എന്ന് പറയാം. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ CBSE ഒക്കെ റിസൾട്ട് വന്നു അല്ലെ. അപ്പൊ നമ്മൾ സ്കൂൾസ് അല്ലെങ്കിൽ നമ്മൾ ഇവൻ സ്കൂൾ ചൂസ് ചെയ്യുന്ന എന്ത് ബേസ് ചെയ്തിട്ടാണ്? നല്ല റിസൾട്ട്സ് ഉള്ള സ്കൂൾ നോക്കും. അപ്പൊ ഈ അസസ്മെന്റ് എന്ന് പറയുന്നത് എന്തിനെ ഹെൽപ്പ് ചെയ്യും? എഫിഷ്യൻസി മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്തിന്റെ? ടീച്ചേഴ്സിന്റെയും സ്കൂളിന്റെയും ഒക്കെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ്? ടു ഹെൽപ്പ് ഇൻ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരു കുട്ടിയുടെ ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യും. അതായത് കുട്ടിക്ക് എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ് ഉണ്ട്, ഏതാ കുട്ടിയുടെ നോളജ് ഗ്യാപ്സ് എന്തൊക്കെയാണ്, അതേപോലെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അസസ്മെന്റിലൂടെ മനസ്സിലാക്കാം. സോ അസസ്മെന്റ് ഹെൽപ്സ് ഇൻ ഡയഗ്നോസിസ്. പിന്നെ എന്താണ്? ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഇൻസെന്റീവ്. ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ അല്ലെ, ഒരു വർക്ക് ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റിനെയാണ് നമ്മൾ ഇൻസെന്റീവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിപ്പം? അസസ്മെന്റ് നമ്മളൊരു എക്സാമിനേഷൻ നടത്താന്ന് വെച്ചോ, ഈ എക്സാമിനേഷന്റെ റിസൾട്ട് ആക്ച്വലി എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ആ ഒരു റിസൾട്ടിന് വേണ്ടി കുട്ടികൾ പഠിക്കും അല്ലെ. എനിക്ക് 90% മാർക്ക് വേണം, അതിനായിട്ട് കുട്ടികൾ എന്ത് ചെയ്യും? ഹാർഡ് വർക്ക് ചെയ്യും അല്ലെങ്കിൽ പഠിക്കും. അപ്പൊ സ്റ്റുഡൻസ് എന്ത് ഡെവലപ്പ് ചെയ്യും? ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റിമുലേഷൻ ആണ് ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റുഡൻസ് ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ആ ഒരു പ്രേരണ കൊടുക്കും. ഓക്കെ, സോ അതാണ് ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഇൻസെന്റീവ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഇറ്റ് ഹെൽപ്പ് ഇൻ പ്രൊഗ്നോസിസ്. പ്രൊഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് പ്രൊഗ്നോസിസ് എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? പറയാം, ഇവന് പോകുന്ന ഫീൽഡ് നന്നായിട്ട് ചെയ്യും അല്ലെ. എന്നാൽ അത്രയും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പുഷ് ചെയ്യാൻ ശ്രമിക്കും അല്ലെ. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും, ഫോർകാസ്റ്റ് ദ ഫ്യൂച്ചർ അല്ലെ. അതാണ് അസസ്മെന്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് യൂണിഫോമിറ്റി ഓഫ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ നമുക്കൊരു എക്സാമിനേഷനിലെ മാർക്സ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവരെയും അതായത് ഒരു കോമൺ സ്റ്റാൻഡേർഡ് കിട്ടും. ദോ അത് എല്ലാം നമ്മളെ ഇൻഡിവിജ്വാലിറ്റി നമ്മളെപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാ കാര്യത്തിലും പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോ ഒരാളെ തെരഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഒരു യൂണിഫോം ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വേണം. അപ്പം അസസ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ടു ഹെൽപ്പ് ഇൻ ഗൈഡൻസ്. ഹെൽപ്പ് ഇൻ ഗൈഡൻസ് പറഞ്ഞാൽ എന്താ? നമുക്ക് ഗ്രൂപ്പ് ആക്കിയിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും വർക്ക് കൊടുക്കണം അല്ലെ, അല്ലെങ്കിൽ ഒരേപോലെ ചിന്തിക്കുന്ന കുട്ടികളെ നമുക്ക് ഒരിടത്ത് വിടാം. അപ്പം അങ്ങനെ ഒക്കെ ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ട് അത് ചെയ്യാം? നമുക്ക് എന്ത് വേണം? അവിടെ ഗൈഡൻസ് വേണം. അപ്പം അസസ്മെന്റ് ആണ് നമുക്ക് ആ ഗൈഡൻസ് തരുന്നത് അല്ലെ. പിന്നെ ടു മെഷർ ഫിറ്റ്നസ് ഫോർ അഡ്മിഷൻ ടു ഹയർ കോഴ്സസ്. അപ്പൊ പ്രൊഫഷണൽ കോഴ്സസിനൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോ തന്നെ കണ്ടിട്ടുണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എക്സാമിനേഷൻസിന് അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ അതിന്റെ ബേസിസ്. അപ്പം ആ എക്സാമിനേഷൻസിൽ എന്താ നോക്കുന്നത്? ഈ ഹയർ കോഴ്സസ് പഠിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ള സ്കിൽസ് ഈ കുട്ടിക്കുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പം ഹയർ കോഴ്സസിന് അഡ്മിഷൻ എന്ത് വേണം? നമുക്ക് അസസ്മെന്റ് വേണം. പിന്നെ ടു ഹെൽപ്പ് ഇൻ സെലക്ഷൻ ബൈ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിന് പോയി, അവിടെ നമുക്ക് എന്താ വേണ്ടത്? മീൻസ് ഇന്റർവ്യൂവറിന് എന്താ വേണ്ടത്? അതിൽ ബെസ്റ്റ് കാൻഡിഡേറ്റാ വേണ്ടത് അല്ലെ.
അപ്പൊ മോസ്റ്റ്ലി നമുക്ക് നമ്മുടെ എക്സാമിനേഷൻ മാർക്സ് അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ പ്രോസസ് എന്ത് ചെയ്യും, അതിൽ നിന്നൊരു ബെസ്റ്റ് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാൻ ഇന്റർവ്യൂവറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അസസ്മെന്റ് ഹെൽപ്സ് ഇൻ സെലക്ഷൻ ബൈ കോമ്പറ്റീഷൻ. പിന്നെ ടു സ്റ്റഡി എവറി സബ്ജക്ട്. ഇതെന്താ സംഭവം സ്റ്റഡി എവറി സബ്ജക്ട് എന്ന് പറഞ്ഞാല്? അതായത് ഈ അസസ്മെന്റ് കാരണം ഇപ്പൊ നമ്മുടെ 10th ഒത്തിരി സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട് അല്ലെ, ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, മാത്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കാണും. എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും ഇഷ്ടമായിക്കൊള്ളാമെന്നില്ല. ഹിസ്റ്ററി ഒക്കെ ഇഷ്ടമല്ലാത്ത ഒത്തിരി പേര് കാണും അല്ലെ. അവര് പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസസ്മെന്റ് നടക്കുന്നതുകൊണ്ട് മാത്രം ഈ സബ്ജക്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഫിയർ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഒരു ലെവൽ വരെ ഈ ഒരു നോളജ് അക്വയറൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് നെക്സ്റ്റ്, പേരന്റ്സ് പോയിന്റ് ഓഫ് വ്യൂ. പേരന്റ്സ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പേരന്റ്സിന് എങ്ങനെയാ മനസ്സിലാക്കുക അവര് മീൻസ് അവരുടെ കുട്ടി പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ലേ, അല്ലെങ്കിൽ അവർ സ്പെൻഡ് ചെയ്യുന്ന മണി വർത്ത് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഈ അസസ്മെന്റ് പ്രോസസ്സിലൂടെയാണ്. പിന്നെ നെക്സ്റ്റ് ആണ് ടു സർട്ടിഫൈ കോമ്പിറ്റൻസി. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമുക്ക് എന്ത് വേണം, ക്വാളിഫിക്കേഷൻ വേണം അല്ലെ. ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ എന്താ നോക്കുക, MD ആണോ നോക്കും. ഈ MD എന്ന് പറയുന്നത് നമുക്ക് എവിടുന്ന് കിട്ടുന്നതാണ്, ഇവാലുവേഷൻ പ്രോസസ്സിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലെ. അപ്പം അങ്ങനെ നമുക്ക് ഒരു എന്താ പറയാ, ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് വേണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമുക്കൊരു ക്ലാരിറ്റി വേണം അല്ലെ, ഇന്ന ക്വാളിഫിക്കേഷൻ ആണെന്ന് വേണം. അപ്പം അതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണ്, ഇയാൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ ഹീസ് ഗുഡ്, അയാൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഡോക്ടറിന് നന്നായിട്ട് അറിയാം, നന്നായിട്ട് പഠിച്ചു, അങ്ങനെ MD കിട്ടിയ ഡോക്ടറാണ്. അപ്പൊ അതെന്താണ്, ആ കോമ്പിറ്റൻസി ഉണ്ട്, അല്ലെങ്കിൽ അയാൾ അതിന് കേപ്പബിൾ ആണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ അസസ്മെന്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ടു ലിങ്ക് സ്കൂൾസ് വിത്ത് ദ വേൾഡ്. ലിങ്ക് സ്കൂൾസ് വിത്ത് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം അസസ്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഹയർ സെക്ഷനിലേക്ക് പോകുന്നത് അല്ലെ. അപ്പം സ്കൂൾസ് തമ്മിലാണെങ്കിലും എന്താ പറയാ ഒരു ലിങ്ക് വരുന്നതെല്ലാം എന്തിലൂടെയാണ്, അസസ്മെന്റ് പ്രോസസ്സിലൂടെയാണ്. സോ ദീസ് ആർ ദ പർപ്പസസ് ഓഫ് അസസ്മെന്റ്. അപ്പൊ ഇതൊരു പോയിന്റ് എന്താ പറയാ എസ്സേ ക്വസ്റ്റൻ ആയിട്ട് വരാവുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ പോയിന്റ് വൈസ് ആയിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് നന്നായിട്ട് ഇത് പ്രസന്റ് ചെയ്യാം.